ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയതിനാൽ രാവിലെ തന്നെ മുടി വെട്ടിയാക്കാമെന്ന് ഞാൻ കരുതി. അതിനാൽ തന്നെ രാവിലെ വീടും സ്ഥലമൊക്കെ വൃത്തിയാക്കുന്ന ഒരാളെ വിളിക്കുകയും ചെയ്തു, പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ ചെയ്യണമെന്ന് ആളെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ വീടിനടുത്തുള്ള ഒരു മെൻസ് സലൂണിൽ പോയി മുടി വെട്ടാൻ പോയി. അപ്പോൾ അവിടെയാണ് ഞാൻ സ്ഥിരം മുടി വെട്ടാറുള്ളത്. നല്ല കട്ടിങ്ങൊക്കെയാണ്. അങ്ങനെ അവിടെ തന്നെ നമുക്ക് സ്ഥിരം ഒരു സ്റ്റൈലുണ്ട്. അതിനനുസരിച്ച് ഇടയ്ക്കൊന്ന് സ്റ്റൈൽ മാറ്റി പിടിക്കും. ചിലപ്പം പഴയ സ്റ്റൈൽ റെഗുലർ സ്റ്റൈൽ തന്നെ നമ്മൾ ഹെയർ കട്ടും അതേപോലെ താടിയെല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ആൾ ഒരു വിധമൊക്കെ ക്ലീൻ ആക്കിയായിരുന്നു ഫ്രണ്ടെല്ലാം. അതിനുശേഷം ബാക്ക് ക്ലീനാക്കാൻ ആൾ പോയി. അങ്ങനെ ഞാൻ കരുതി കുറച്ച് ചെടിയൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം, ചവറൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കത്തിക്കാമെന്ന് കരുതി. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. മൊത്തം വേസ്റ്റെല്ലാം എടുത്ത് വെച്ച് കത്തിച്ച് അതിനുശേഷം ചെടികളെല്ലാം കുറച്ചൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് കുറച്ച് ഒരു അധികമൊന്നുമില്ല, ഒരു 2-3 ബൊഗൻവില്ല ചെടികളുണ്ടായിരുന്നു. അത് മൊത്തം കാട് പിടിച്ച് വളർന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു ഫുള്ള് വളർന്നിട്ട്. അങ്ങനെ അത് മൊത്തം ചട്ടിയിൽ മണ്ണ് ഫില്ല് ചെയ്യുകയും അതിൽ വളർന്നു വന്ന ബാക്കി ചെടികളൊക്കെ കട്ട് ചെയ്ത് കളയുകയെല്ലാം ചെയ്ത് അതിൻ്റെ ശിഖരമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ക്രോപ്പ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നേരെ സ്ഥലം മാറ്റി വെച്ചു. അടുപ്പിച്ചിരുന്ന് ആ സൈഡിലിരുന്ന് കഴിഞ്ഞാൽ പൂ പിടിക്കുന്നില്ല. ഇനി സൺലൈറ്റിൻ്റെ പ്രശ്നമാണോ എന്തോന്ന് അറിയത്തില്ല. അതുകൊണ്ട് മാറ്റി ഒരു സൈഡിലോട്ട് ഇപ്പുറത്തോട്ട് വെക്കാമെന്ന് കരുതി. ആ മതിലിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇപ്പോൾ വൈഫിന് ഈ ഇലച്ചെടികൾ, ഇൻഡോർ, അതേപോലെ തന്നെ മണി പ്ലാന്റ്, ഇങ്ങനെയുള്ള പ്ലാന്റ്സിനോടാണ് കൂടുതൽ താല്പര്യം. പക്ഷേ എനിക്ക് ഈ നാടൻ ചെടികളോടാണ് എനിക്ക് താല്പര്യം. ഈ തെറ്റി, ശംഖുപുഷ്പം, ചെമ്പരത്തി അങ്ങനെയുള്ളത്. അങ്ങനെ ഞാൻ നാടൻ തെറ്റിയും പല കളറിലുള്ളതും ഈ മേളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ശംഖുപുഷ്പവും അത് എല്ലാം ഞാൻ വെച്ചതാണ്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാം ബൊഗൈൻവില്ലയാണ്. അത് നല്ല കാട് പിടിച്ച് വേര് അടിയിൽ ഇറങ്ങിയായിരുന്നു നല്ല മഴ പെയ്തപ്പോഴത്തേക്കും. ഇനി അത് മൊത്തവും വെട്ടി വൃത്തിയാക്കണം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നിന്നത് കുറ്റിമുല്ലയായിരുന്നു. അത് നല്ല മണമാണ്, അതായത് നല്ല പൂക്കുന്നതാണ്, ഇഷ്ടംപോലെ പൂക്കളാണ് വരുന്നത്. ആ സമയത്ത് ആ ഏരിയയിലോട്ട് പോയ കാറ്റടിക്കുമ്പോഴേ നല്ല മണമാണ്. പിന്നെ അതേപോലെ തന്നെ തെറ്റി നിരത്തി വെച്ചിട്ടുണ്ട് പല കളറ്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികളാണ്. ആ ചെടികളിരിക്കുന്നിടത്ത് ഓൾറെഡി 2 മാവും അതേപോലെ ഒരു ബ്ലാത്തിക്ക മരവും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു സപ്പോട്ടയും അതേപോലെ തന്നെ മിറാക്കിൾ ഫ്രൂട്ടും ഒരു പേരയ്ക്കയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബുഷ് ഓറഞ്ചും വെച്ചു. പിന്നെ ഒരു 2 റെഡ് ലേഡി പപ്പായ ആ ഇടയിൽ ഞാൻ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കറ്റാർവാരയും കുരുമുളകും ചെടിയും എല്ലാം കറക്റ്റായിട്ട് വെച്ച്. പിന്നെ ഈ കുളം ഉണ്ടല്ലോ, നമ്മുടെ ചെറിയൊരു ആമ്പൽക്കുളമാണ്. മീനൊക്കെ ഉണ്ട്. അത് നമുക്ക് ക്ലീനാക്കുന്ന ഒരു വീഡിയോ ഒരു ദിവസം നമുക്കിടാം. അത് മൊത്തം പായലൊക്കെ ആയി. ഇനി അത് സെറ്റ് ചെയ്യണം, നല്ല വൃത്തിയാക്കണം. അപ്പം കുറ്റിമുല്ലയൊക്കെ നല്ലോണം വെട്ടി അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിച്ച് കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കയറൊക്കെ കെട്ടി നല്ല വളർന്നു വരാനുള്ള രീതിയിൽ കയറൊക്കെ കെട്ടി നല്ല പടർന്നു പിടിക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ എളുപ്പത്തിന് വളർന്നു വരികയും ചെയ്യും. ഇതേപോലെ പിച്ചിയുണ്ട്, മുല്ലയുണ്ട്, തെറ്റിയുണ്ട്, അരളിയുണ്ട്, ശംഖുപുഷ്പമുണ്ട്. അപ്പോൾ ഇതേപോലെ ചെമ്പരത്തിയുണ്ട്. ഇതേപോലെയുള്ള ചെടികൾ എല്ലാ വീട്ടിലും നമ്മൾ നട്ടു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നല്ല രസമാണ് നാടൻ ചെടികൾ വീട്ടിൽ ഉള്ളത് കാണാൻ, ഒരു നല്ലൊരു അഴകാണ്. ഒതുക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ കുളിക്കാൻ പോയി. കുളിച്ച് ഒന്ന് വെളിയിൽ പോകാനായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെളിയിൽ പോകേണ്ടതായിട്ട്. നമുക്ക് ലോട്ടറിയുടെ ബിസിനസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ടൊന്ന് പുറത്ത് പോകണമായിരുന്നു. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതും കൂടെ അതിന് വേണ്ടിയിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങിയത്. ഞങ്ങളെന്നും ഈ സമയത്തായിരിക്കും ഇറങ്ങുന്നത് വെളിയിൽ. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തായിരിക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുക. ഈ സമയത്ത് ഫ്രീ കിട്ടത്തുള്ളൂ. അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വാങ്ങി. വീട്ടിൽ ഓൾറെഡി കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു, ചീനിയും മീൻകറിയും ചിലയിടത്ത് അങ്ങനെ പറയും. അതുകൊണ്ട് കുറച്ച് പൊറോട്ടയും ചില്ലി ചിക്കനുമാണ് വാങ്ങിയത്. അത് കപ്പയും മീൻകറിയും കൂടി കഴിക്കുമ്പോഴത്തേക്കും വയറ് നിറയും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ചില്ലി ചിക്കന് ഒരു കൊള്ളായിരുന്നു. എന്നാലും വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, എന്നാലും ഒരു ആവറേജ്. പൊറോട്ടയും അതേപോലെ തന്നെയായിരുന്നു. പിന്നെ അത് തന്നെ കപ്പയും മീൻകറിയും അത് സൂപ്പർ തന്നെയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. അജാതി ടേസ്റ്റായിരുന്നു. പിന്നെ എൻ്റെ കഴിഞ്ഞ വ്ളോഗിന് നിരവധി വ്യൂസ് ഉണ്ടായിരുന്നു, നിറയെ സപ്പോർട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്തത്. ഈ ചാനലിൽ റിയാക്ഷൻ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് ചെയ്തത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്തവരാണെങ്കിലും ആ വീഡിയോ ലൈക്ക് ചെയ്തവരാണെങ്കിലും കമൻറ്റ് ചെയ്തവരാണെങ്കിലും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിരവധി പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചതും അല്ലാതെയൊക്കെ വ്ളോഗ് കൊള്ളാം ഇതേപോലെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വ്ളോഗും കൂടി ഉടനെ ഇടാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇട്ടത്. അപ്പോൾ തുടർന്നും ഈ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു.
അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടായാലും നിങ്ങൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഈ ചാനലിലൂടെ വ്ളോഗ്സും റിയാക്ഷനും എല്ലാം ഇടുന്നതായിരിക്കും. രാത്രി നല്ല മഴയായിരുന്നു. ഞങ്ങളൊരു ഫിലിം കാണാനുള്ള പ്ലാനിലായിരുന്നു, ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി, ആ ഒരു ഫിലിം. അപ്പം അത് OTTയിൽ വന്നായിരുന്നു. അങ്ങനെ അത് കാണാനുള്ള പ്ലാനിലായിരുന്നു. രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് അത് കഴിച്ചുകൊണ്ട് കാണാമെന്നുള്ള പ്ലാനിൽ അത് ഓർഡർ ചെയ്ത്, അപ്പോൾ ഇരുന്ന ഡ്രാഗൺ ഫ്രൂട്ടും അത് എടുത്ത് അങ്ങനെ വൈഫ് അത് കട്ട് ചെയ്ത് തന്ന്. അങ്ങനെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ടെറി വന്ന് അത് നോക്കിയിരിപ്പായി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്ന് കളിപ്പിച്ച് പറ്റിച്ച് അങ്ങനെ കൊടുത്ത്. അവൻ എപ്പോഴും കൂടെ ആയിരിക്കും, എൻ്റെ പുറകെ നിന്ന് അവൻ മാറത്തില്ലേ. ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ പുറകെ വരും. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു റൂമിൽ നിന്ന് അങ്ങോട്ട് കിടന്നാൽ അവൻ എൻ്റെ പുറകെ അങ്ങോട്ട് വരും. അങ്ങനെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനം വന്നു. അങ്ങനെ ഐറ്റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിലിം കാണുമ്പോൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും നല്ല ടേസ്റ്റായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ആൾക്കാരും എത്തി. നിച്ചു ആണെങ്കിലും അതേപോലെ പാപ്പു ആണെങ്കിലും എല്ലാവരും എത്തിയിട്ടുണ്ട് അവരുടെ വീതം മേടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതണക്ക് കഴിക്കുമ്പോൾ അവസാനം ഇങ്ങനെയൊക്കെ കൊടുക്കും. അവർക്കത് സന്തോഷമാണ്, ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും അങ്ങനെ കഴിക്കാൻ നേരത്തൊക്കെ ഒരുമിച്ച് ഇരിക്കുന്നത്. പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു മൈസൂർ പാക്ക് അത് നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു അത്, ആ മൈസൂർ പാക്ക്. അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടി കഴിച്ച് ഞങ്ങൾ ഈ സിനിമയൊക്കെ കണ്ട് നല്ല സിനിമയായിരുന്നു. എനിക്ക് വളരെയധികം അത്ഭുതമായി പോയി. കാര്യം ഇങ്ങനത്തെ ഒരു നല്ലൊരു സിനിമ നെഗറ്റീവ് റിവ്യൂസൊക്കെ ഇത്രയും വരേണ്ട കാര്യമുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി. അത് ഞങ്ങൾ ഇവിടെ പറയുകയും ചെയ്തു. നല്ലൊരു പടമായിരുന്നു, എല്ലാവരും കാണുക കണ്ടിട്ടില്ലെങ്കിൽ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമകാലീന വിഷയം തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്, ഉള്ളത് തന്നെയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിച്ചു വീണ്ടും കയറി വന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ചൊന്ന് കൊടുത്ത് നോക്കിയതാണ്. അവൾ മണത്തിരിക്കുന്നതെല്ലാം കഴിക്കുന്നത് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആൾക്ക് ചില കാര്യങ്ങൾ, ചില ഫുഡിനോടൊക്കെ താല്പര്യമുള്ളൂ, എന്നാൽ ചില ഐറ്റം ഇഷ്ടവുമല്ല. മീൻ തിന്നത്തില്ല, മീനിനോട് ഇഷ്ടമല്ല, ചിക്കൻ മാത്രമാണ്. ഡെയിലി അവൾക്ക് ചിക്കൻ വേണം, ചിക്കൻ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണേ.